ജലരാജാക്കന്മാരെ വരവേൽക്കാൻ അഷ്ടമുടിക്കായൽ ഒരുങ്ങിക്കഴിഞ്ഞു. ദേശാഭിമാനത്തിന്റെ തുടിപ്പുമായി അഷ്ടമുടിക്കായലിലെ ഓളപ്പരപ്പിൽ ഇന്ന് ആവേശത്തിന്റെ അലമാലകൾ ഉയരും. കൊല്ലം നഗരത്തിന്റെ ഹൃദയതാളമായ അഷ്ടമുടിക്കായലിൽ ഇന്ന് പ്രസിഡന്റ്സ് ട്രോഫി ജലോത്സവവും ചാമ്പ്യൻസ് ബോട്ട് ലീഗിന്റെ കലാശപ്പോരാട്ടവും അരങ്ങേറുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് കാരണം വൈകിയെങ്കിലും ആവേശത്തിന് ഒട്ടും കുറവില്ലാതെയാണ് ഇത്തവണ വള്ളംകളി പ്രേമികൾ അഷ്ടമുടിയുടെ തീരത്തേക്ക് ഒഴുകിയെത്തുന്നത്. തേവള്ളി കൊട്ടാരത്തിന് സമീപത്ത് നിന്ന് ആരംഭിച്ച് KSRTC ബസ് സ്റ്റാൻഡിന് സമീപം അവസാനിക്കുന്ന 1100 മീറ്റർ ട്രാക്കിലാണ് ജലരാജാക്കന്മാർ മാറ്റുരയ്ക്കുന്നത്. നെഹ്റു ട്രോഫിയിൽ നിന്നും തിരഞ്ഞെടുത്ത 9 ചുണ്ടൻ വള്ളങ്ങളാണ് പ്രസിഡന്റ്സ് ട്രോഫിക്ക് വേണ്ടി തുഴയെറിയുന്നത്. ഒപ്പം ചെറുവള്ളങ്ങളുടെയും വനിതകളുടെ തെക്കനോടി വള്ളങ്ങളുടെയും മത്സരങ്ങൾ കായലിന് വസന്തമൊരുക്കും. CBL പോയിന്റ് പട്ടികയിൽ 99 പോയിന്റുമായി കൈനകരി വില്ലേജ് ബോട്ട് ക്ലബിന്റെ വിയപുരം ചുണ്ടൻ ബഹുദൂരം മുന്നിലാണ്. 82 പോയിന്റുമായി പള്ളത്തുരുത്തി ബോട്ട് ക്ലബിന്റെ മേൽപ്പാടം ചുണ്ടനും 79 പോയിന്റുമായി നിരണം ചുണ്ടനും തൊട്ടുപിന്നിലുണ്ട്. പോയിന്റ് നിലയിൽ വലിയ മുൻതൂക്കമുള്ളതിനാൽ ഇത്തവണത്തെ CBL കിരീടം വിയപുരം ചുണ്ടൻ ഏതാണ്ട് ഉറപ്പിച്ചു കഴിഞ്ഞു. എങ്കിലും കൊല്ലത്തെ മണ്ണിൽ പ്രസിഡന്റ്സ് ട്രോഫി ഉയർത്താൻ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുമെന്ന് ഉറപ്പാണ്. വിജയികളെ കാത്തിരിക്കുന്നത് വലിയ സമ്മാനത്തുകയാണ്. CBL ജേതാക്കൾക്ക് 25 ലക്ഷം രൂപയും രണ്ടാമതെത്തുന്നവർക്ക് 15 ലക്ഷം രൂപയും ലഭിക്കും. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് കോർപ്പറേഷൻ മേയർ AK ഹഫീസ് പതാക ഉയർത്തുന്നതോടെ ചടങ്ങുകൾക്ക് തുടക്കമാകും. മന്ത്രി KN ബാലഗോപാൽ ജലോത്സവം ഉദ്ഘാടനം ചെയ്യും. മന്ത്രി KB ഗണേഷ് കുമാർ മുഖ്യ അതിഥിയാകുന്ന ചടങ്ങിൽ മന്ത്രി J ചിഞ്ചുറാണി അധ്യക്ഷത വഹിക്കും. NK പ്രേമചന്ദ്രൻ MP മാസ്റ്ററിൽ ഫ്ളാഗ് ഓഫ് ചെയ്യും. സമാപന സമ്മേളനവും സമ്മാനദാനവും വൈകുന്നേരം നടക്കും. കാണികൾക്ക് കൗതുകമായി ജെറ്റ് സ്കി ഫ്ലൈ ബോർഡ് പ്രദർശനവും കായലിൽ ഒരുക്കിയിട്ടുണ്ട്. അഷ്ടമുടിക്കായലിലെ ആവേശ പോരാട്ടത്തിന് നേർക്കാഴ്ചകൾക്കായി കാത്തിരിക്കാം. ന്യൂസ് ഡെസ്ക് കൊട്ടാരക്കര മീഡിയ.